ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു കൈ വരുന്നുണ്ട് കേട്ടോ. വേറെ ആരുതല്ല, അതിൻ്റെ അനിയത്തിൻ്റെയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്വത്തുമണിയും കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഓനക്കാണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് വരണം, ഞാനൊന്നിട്ട് എടുക്കണം ഗൈസ്. അപ്പോൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്നുകൊണ്ട് ഓനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഐ ഷാഡോ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഏകദേശം എൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കറക്റ്റ് കിട്ടിയില്ല. എന്തായാലും കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതന്നെ വെച്ചിട്ട് ഞാൻ ബ്ലഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത പരിപാടി കണ്ണെഴുതലാണ് കേട്ടോ. എനിക്ക് കണ്ണെഴുതുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത് എപ്പോൾ എഴുതിയാലും എൻ്റെ രണ്ട് കണ്ണ് രണ്ട് പോലെ ഉണ്ടാവല് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും ഞാൻ താഴെ മേലെ എഴുതുന്നുണ്ട്. അപ്പോൾ ക്യാമറ നോക്കി എഴുതിയാൽ ശരിയാവില്ല, അതുകൊണ്ട് കണ്ണാടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. മുകളിൽ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് താഴെയും കൂടി എഴുതാം ഗൈസ്. സാധാരണ ഞാൻ മുകളിൽ മാത്രമായിട്ട് എഴുതാറ്. ഇന്ന് കല്യാണത്തിന് പോകല്ലേ, അപ്പോൾ കുറച്ച് ഓവറായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ സുത്തുമണി കയറി വന്നു ഗൈസ്. ഇവനക്കാണെന്നുണ്ടെങ്കിൽ ഓരോ കയറി വരലിലും എൻ്റെ ഓരോ സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോകും കേട്ടോ. എനിക്ക് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം, എന്നിട്ട് അവിടെ ഇവിടെ കൊണ്ടുപോയിടും ഗൈസ്. പിന്നെയും വരും അതേമാതിരി കേട്ടോ. എന്തായാലും നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ അതിന് മുമ്പ് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിപ്പ് ലൈനർ ഞാൻ പുതിയത് മേടിച്ചതാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്തതിന് ഇങ്ങനത്തെ ലൈനും. ഇത് കുറച്ചും കൂടി സ്മൂത്താണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് തീരും തോന്നുന്നുണ്ട്. ഇതൊരു പെന്ന് ടൈപ്പാണ്, നമ്മളെ കൺമഷീൻ്റെ ഒക്കെ പോലെ. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലിപ്പ് ലൈനർ ഇങ്ങനെ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക പറയണത്. ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ലിപ്പൊക്കെ വേറൊരു എടുത്ത് കാണിക്കും ഗൈസ്. നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊന്നും യൂസ് ചെയ്യില്ലേനു, പക്ഷേ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല ഗൈസ്. ഭയങ്കര അഡിക്റ്റ് ആയി പോയിട്ടോ. അപ്പോൾ നമുക്കൊരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റെഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഞാൻ കുറച്ച് ഒരു ലൈറ്റ് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറൊരു രസം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് കൊടുത്താണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ലിപ്പ് ലൈനർ ഇട്ടതിൻ്റെ ഒരു പ്രത്യേക ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഡ്രസ്സ് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ് വരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമാവില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതിക്ക് നമ്മളൊരു മാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിക്കൊരു വള ഇടാന്ന്. വളയാണോ ഭംഗി ഇനി വാച്ചാണോ എന്നുള്ളത് നിങ്ങൾ പറയട്ടെ. ഞാൻ വള ആദ്യം ഇട്ട് കൊടുത്തു. കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ നിക്കാഹിൻ്റെ അന്നത്തെ വളയാണ്. ഇപ്പോൾ ഒരു 3 വർഷത്തോളം അല്ല 4 വർഷത്തോളം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊരു ഭംഗി ഇട്ടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വാച്ചാനിട്ടു. എനിക്ക് വള നോട്ടിന് അത്ര ഇഷ്ടമില്ല. ആദ്യം കിട്ടീനോ ലാസ്റ്റ് പിന്നെ വാച്ച് തന്നെ ഇടാന്നുള്ള തീരുമാനത്തിലെത്തി. ഞാൻ വാച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി പറഞ്ഞു എനിക്കും കൂടി വാച്ച് ഒന്ന് ഇട്ടുകൊണ്ട് പറഞ്ഞിട്ട് ഓളും വന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വാച്ച് തന്നെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം. എൻ്റെ ഹെയർ സ്റ്റൈൽ പുതിയതാണ് കേട്ടോ ഗൈസ്. ഞാനിത് ചെയ്യാറുണ്ട്, പക്ഷേ വേറെ മോഡലും കൂടി ആക്കിയിട്ടുണ്ടായിമേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്